നമസ്കാരം, ഞാൻ ഡോക്ടർ ഗിരീഷ്, മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയക് സെന്ററിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാർട്ട് ഫെയിലിയർ അഥവാ ഹൃദയത്തിൻ്റെ പമ്പിംഗ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. ഹൃദയത്തിൻ്റെ പമ്പിംഗ് കുറയുമ്പോൾ രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുമൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഹാർട്ട് ഫെയിലിയർ എന്നുള്ളൊരു വർദ്ധിച്ചു വരുന്ന ഒരു പ്രോബ്ലമാണ്. 10 മുതൽ 15% വരെ എല്ലാ വർഷവും ഹാർട്ട് ഫെയിലിയറിൻ്റെ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. പ്രധാനമായും നമ്മൾ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഹാർട്ടിനെ പെട്ടെന്ന് രക്ഷിക്കാനുള്ള, രോഗിയെ രക്ഷിക്കാനുള്ള സംവിധാനം കൂടിയതോടുകൂടിയും ആൻജിയോപ്ലാസ്റ്റി, എമർജൻസി ആൻജിയോപ്ലാസ്റ്റി എല്ലാം നടക്കുന്നതോടുകൂടി ജീവൻ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടി ഹാർട്ടിൻ്റെ പമ്പിംഗ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സമയത്തിനുള്ള ആൻജിയോപ്ലാസ്റ്റി നടക്കാതെ വരുമ്പോൾ പലപ്പോഴും അതൊരു പമ്പിംഗ് പ്രോബ്ലമായി അവസാനിക്കുന്നു. അങ്ങനെയുള്ള രോഗികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-15% ആണ് ഇതിൻ്റെ ശരാശരി കണക്ക് എല്ലാ വർഷവും വർദ്ധിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇതിനുണ്ടെങ്കിൽ കൂടിയും ഇവരിൽ പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഹാർട്ടിൻ്റെ പമ്പിംഗ് കുറഞ്ഞവർക്ക് നീര് വരുന്ന പ്രശ്നത്തിനെ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നീര് കളയാനുള്ള മരുന്നുകൾ, ഇഞ്ചെക്ഷൻ, ടാബ്ലറ്റ്സ്, ഡയോറിറ്റിക്സ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിലൊരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്. കാലിൽ നീര് വരിക, ശ്വാസകോശത്തിൽ നീര് വരിക, പെട്ടെന്നുള്ള നെഞ്ചിടിപ്പ്, കിതപ്പ് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ കുറച്ച് ഉപ്പ് കൂടുതലായാൽ തന്നെ പെട്ടെന്ന് കാലിൽ നീര് വരുമ്പോൾ പൊതുവെ അത് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണെന്ന് തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. വലിവിൻ്റെ അസുഖം പോലെ ചില ആൾക്കാർക്ക് 45-50 വയസ്സിന് ശേഷം വരുമ്പോഴും അത് ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. പലപ്പോഴും വലിവാണ് എന്ന തെറ്റിദ്ധാരണയിലും നമ്മൾ ഈ രോഗം കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നുണ്ട്. പ്രധാനമായും ഇതിൻ്റെ കാരണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ രക്തസമ്മർദ്ദം, അമിതമായിട്ടുള്ള ഷുഗർ ഇതെല്ലാം കുറേ കാലമായി നിൽക്കുമ്പോൾ അതിലൂടെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാവുകയും ആ ബ്ലോക്ക് മൂലം ഹാർട്ട് അറ്റാക്ക് വന്ന് പമ്പിങ് കുറയുക എന്നുള്ളതാണ്. പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി നേരത്തെ പറഞ്ഞ മാതിരി സമയത്തിന് ചെയ്യാതാവുമ്പോൾ, ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് കിട്ടാതാവുമ്പോൾ മാംസപേശികൾക്ക് വരുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് അതും ഒരു കാരണമാണ് ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ശേഷം ഉണ്ടാകുന്ന പമ്പിങ് കുറയാനുള്ളതിനായിട്ട്. മറ്റ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ രോഗിക്ക് ഉണ്ടാകുന്നത് ശ്വാസകോശത്തിൽ വരുന്ന നീരും മറ്റുമാണ്. അത് വരുന്നതിന് കളയാനായി ഉള്ള ഇഞ്ചക്ഷൻസ് വെക്കുന്നതോടൊപ്പം തന്നെ എമർജൻസി ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ രോഗികളെ താൽക്കാലികമായ വെന്റിലേറ്റർ, മറ്റു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അവരുടെ ജീവനൊക്കെ രക്ഷിച്ചു കൊണ്ടുവരേണ്ടി വരുന്നത്. പിന്നെയും അതുപോലൊരു അഡ്മിഷൻസ് വരാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനമായി നമ്മൾ ഈ ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള രോഗികൾക്ക് അവർക്കുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് അവരുടെ ഭക്ഷണക്രമം എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി അഡ്വൈസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് അവർക്ക് ഉള്ള ഡയറ്റിനെ മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും അവരുടെ ജീവിത രീതികൾ എങ്ങനെ വേണം, എങ്ങനെ BP മറ്റും ഏത് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ഷുഗറിൻ്റെ കൺട്രോൾ എങ്ങനെ നിലനിർത്തണം എന്നീ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായ ഒരു അഡ്വൈസ് കൊടുക്കാനായി നമ്മളിവിടെ ഇപ്പോൾ ഒരു ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്ക് തന്നെ ഇവിടെ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ രോഗികൾ പ്രത്യേകിച്ചും അവരുടെ വെയിറ്റ് പെട്ടെന്ന് കൂടുന്നു, 2 കിലോളം വെയിറ്റ് കൂടുമ്പോൾ ആ ആഴ്ചയിലാണ് പലപ്പോഴും അത് അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു കാര്യം രോഗി കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഹാർട്ട് ഫെയിലിയർ മൂലം രോഗികൾക്ക് ഉണ്ടാവുന്ന വിപത്തുകൾ എന്ന് വെച്ചാൽ അവരുടെ ഭക്ഷണം ഡൈജസ്റ്റ് ആവാതിരിക്കുക, ആമാശയത്തിലുള്ള നീര് കാരണം അവർ ഭക്ഷണം കഴിച്ചതിൻ്റെ അതിൽ അധികം ഡൈജഷൻ കിട്ടാതെ അവരുടെ വേണ്ടത്ര തടി വെക്കാതിരിക്കുക, ശോഷിച്ചു പോവുക എന്നീ പ്രോബ്ലംസാണ്. പല ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസും ഹാർട്ട് ഫെയിലിയർ മൂലം ഉണ്ടാവും. രക്തക്കുറവ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു ഘടകമാണ്. രക്തക്കുറവിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും ഈ ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസിൻ്റെ ലൈഫ് സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇങ്ങനെയുള്ള രോഗികൾക്ക് 2 രീതിയിലാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. അവരുടെ പമ്പിങ് കുറഞ്ഞ് അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു പമ്പിങ്ങിൻ്റെ എഫിഷ്യൻസി ഇല്ലാതെ മൾട്ടിപ്പിൾ അഡ്മിഷൻസ് വന്ന് രോഗിയുടെ BP കുറഞ്ഞ് മറ്റവയവങ്ങളെ ബാധിച്ച്, വൃക്ക അതുപോലെ തന്നെ തലച്ചോർ എന്നിവ അവയവങ്ങളെ ബാധിച്ചുകൊണ്ടുണ്ടാകുന്ന രീതിയിലാണ് ഹാർട്ട് ഫെയിലിയർ മൂലം കോംപ്ലിക്കേഷൻസ് വരുന്നത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള താളം തെറ്റി ഇടിപ്പ് വരുന്നിട്ട് ഈ രോഗികളുടെ അപകടം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് സഡൻ കാർഡിയക് ഡെത്ത് എന്നുള്ളതാണ്. സഡൻ കാർഡിയക് ഡെത്ത് വരുന്നത് പലപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു പേഷ്യൻ്റ്, അതുവരെ കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ഒരു 35% കുറവ് പമ്പിങ് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് പലപ്പോഴും നടക്കാറ്. അതിനെ തടയാനായിട്ട് നമുക്ക് ഇപ്പോൾ ഇംപ്ലാന്റബിൾ കാർഡിയോവട്ടർ ഡിഫിബ്രിലേറ്റർ ICD എന്നുള്ളൊരു സംവിധാനമുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിലൂടെ പലപ്പോഴും നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു താളം തെറ്റി ഇടിപ്പിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഒരു ഷോക്ക് കൊടുത്ത് അത് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റും അതിന് വേണ്ട പേഷ്യൻസിനെയൊക്കെ സെലക്ട് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കിലൂടെ നമുക്ക് പോസിബിളാണ്. ഏത് പേഷ്യൻസിന് ഏത് ട്രീറ്റ്മെൻറ്റാണ് ഗുണം ചെയ്യുക എന്നുള്ളത് കൃത്യമായി നമുക്ക് ഡിനോട്ട് ചെയ്യാനും മറ്റും നമുക്ക് തിരിച്ചറിയാനും അതിൻ്റേതായ ഒരു വിഭാഗം തന്നെ ആവശ്യമാണ്. ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ ഒരു ഡിസ്കഷൻ തന്നെ നടത്തുന്നത്.
ഇതെല്ലാം കഴിഞ്ഞാലും പലപ്പോഴും പല രോഗികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല, പലപ്പോഴും കൂടെ അഡ്മിറ്റ് ആവുന്നു. ഇങ്ങനത്തെ രോഗികൾക്ക് വീണ്ടും ഒരു ഓപ്ഷൻസ് ഇല്ല എന്നൊരു അവസരത്തിൽ എത്തുമ്പോൾ നമ്മളിപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ അവർക്ക് ലാസ്റ്റിൽ വെച്ചു കൊടുക്കാറുണ്ട്. അതായത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതും ഇതിൻ്റെ ഒരു ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു അന്തിമഘട്ടത്തിലെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് അവസാനിക്കുന്ന ഒരു മാർഗമാണ്. അതിനും വേണ്ട പേഷ്യൻസിനെ സെലക്ട് ചെയ്യുന്നതും മറ്റും നമ്മൾ ഓരോ സ്റ്റേജിലുള്ള അവരുടെ പമ്പിങ് കുറഞ്ഞു വരുന്നതും മറ്റും അവരുടെ സിംറ്റംസും അവരുടെ കൂടെയുള്ള അഡ്മിഷൻസും അതെല്ലാം വെച്ചിട്ടാണ് രോഗികളുടെ അതിനെ നിശ്ചയിക്കുന്നത്. ഇതെല്ലാം തടയുന്നതിനായിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്ത് പോവുക, ഷുഗർ കൺട്രോൾ ചെയ്ത് പോവുക. ഹാർട്ട് അറ്റാക്കോ മറ്റും സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ ആ ബ്ലോക്ക് മാറ്റുക. ട്രീറ്റ്മെന്റിൽ നേരത്തെ തന്നെ ഒരു 35% കുറയുന്നതിന് മുന്നേ തന്നെ പമ്പിങ് കുറയുന്നതിന് മുന്നേ എക്കോ ടെസ്റ്റ് ചെയ്ത് നമ്മളത് നിർണ്ണയിക്കുകയാണെങ്കിൽ, അപ്പോഴേ മരുന്നുകൾ തുടങ്ങുകയാണെങ്കിൽ ഹാർട്ടിന്റെ ഫെയിലിയർ ഈ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിനെ തടയാനും അതിന്റെ ട്രീറ്റ്മെന്റിനെ നമുക്കൊരു പ്രോബ്ലം മുന്നോട്ടൊരു വലിയൊരു കോംപ്ലിക്കേഷൻ എത്തുന്നതിനെ തടയാനും സാധിക്കുന്നതാണ്. പുതിയ മാർഗ്ഗങ്ങളിലുള്ള മരുന്നുകൾ വന്നിട്ടുള്ള പലതും 5% വരെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന പല പുതിയ മരുന്നുകൾ, ലേറ്റസ്റ്റ് മരുന്നുകളും വന്നിട്ടുണ്ട്. കറക്റ്റായ ട്രീറ്റ്മെന്റിൽ കിട്ടാതെ പല വഴികളിലൂടെ രോഗികൾ അവരുടേതായ റോങ് ആയിട്ടുള്ള പല തെറ്റിദ്ധാരണകളിലൂടെ പല ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ്സും മറ്റിലുമൊക്കെ പോകുന്നതാണ് പലപ്പോഴും ലേറ്റ് സ്റ്റേജിലാക്കാനുള്ള കാരണവും. കിഡ്നിയുടെ ഒരു പ്രോബ്ലം ഒക്കെ ആയതിനു ശേഷം മാത്രം രോഗികൾ നമ്മുടെ അടുത്ത് എത്താനും അതുമൂലം കോംപ്ലിക്കേഷൻസ് കൂടുതൽ ഉണ്ടാവാനും സാധ്യത. അല്ലെങ്കിൽ ഇപ്പോൾ വളരെ ഫലപ്രദമായി ട്രീറ്റ് ചെയ്ത് നല്ലൊരു ലൈഫ് സ്പാനും നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫും കൊടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഹാർട്ട് ഫെയിലിയർ. പണ്ടത്തെ പോലെ ഹാർട്ട് ഫെയിലിയറിന് ഒരു ട്രീറ്റ്മെന്റും ഇല്ല, അതൊരു മരണത്തിന്റെ മറ്റൊരു വാക്കാണെന്നുള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ഹാർട്ട് ഫെയിലിയറുള്ള രോഗികൾ പല രീതിയിലുള്ള ഓപ്ഷൻസിലൂടെ നല്ല രീതിയിൽ ലൈഫിനെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. പല മരുന്നുകൾ കറക്റ്റായി കഴിക്കുക, രോഗികൾ ഡോക്ടറെ കൃത്യമായിട്ട് മീറ്റ് ചെയ്യുക, പ്രഷർ ചെക്ക് ചെയ്ത് വെക്കുക, അങ്ങനെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫ് സ്പാനും അവരുടെ അഡ്മിഷൻസും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അവരുടെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനും അവരുടെ ലൈഫ് ആക്റ്റീവായിട്ട് തന്നെ നിലനിർത്താനും പറ്റുകയും ചെയ്യുന്നതാണ്. ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതിന് ഉള്ള റിപ്ലൈയും മറ്റും ഞാൻ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.